സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ കുറച്ച് അധികം നാളുകളായി നമ്മളൊരു റിയൽ ടോക്ക് നടത്തിയിട്ട്. സോ ഈ വീഡിയോ റിയൽ ടോക്ക് ടു ട്രേഡേഴ്സ് ആണ്. സോ ലെറ്റ്സ് ഗോ. കൺസിസ്റ്റൻസി അതൊരു ചെറിയ വേർഡ് അല്ല ഗൈസ്. കൺസിസ്റ്റൻസി ആണ് എല്ലാ സക്സസ് സ്റ്റോറിയുടെയും സൈലന്റ് ആയിട്ടുള്ള ഒരു പവർ. ടാലന്റ്, ഇന്റലിജൻസ്, ഓപ്പർച്യൂണിറ്റി ഒക്കെയാണ് യൂഷ്വലി എല്ലാവരും നോട്ടീസ് ചെയ്യുന്നത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. ആദ്യം നിങ്ങൾക്ക് വലിയൊരു സക്സസ്സോ വലിയൊരു പ്രോഗ്രസ് ഒന്നും തരില്ല. പക്ഷെ ഇവൻച്വലി കൺസിസ്റ്റൻസി എന്നുള്ളൊരു ഹാബിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് കാണാൻ പറ്റും. ആദ്യം വലിയൊരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു കാര്യമല്ല, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ് കൺസിസ്റ്റൻസി. പലരും മോട്ടിവേഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇൻസ്പയർഡ് ആയി മാത്രം അവരൊരു ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ മോട്ടിവേഷൻ വരും പോകും. ചില ദിവസങ്ങൾ നല്ല എനർജി ആയിരിക്കും, ചില ദിവസങ്ങൾ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കും. അതേ സമയത്ത് ചില ദിവസം നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും, ഭയങ്കര ലേസി ആയിരിക്കും, ഒന്നും ചെയ്യാൻ തോന്നില്ല, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയി ഡിസ്കറേജ്ഡ് ആയിട്ട് നമുക്ക് തോന്നും. സോ അതുകൊണ്ട് തന്നെ മോട്ടിവേഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും കൺസിസ്റ്റന്റ് ആവാൻ പോണില്ല. സോ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസവും നമുക്ക് മുന്നോട്ട് പോവാം. ദാറ്റ്സ് വാട്ട് ഐ സേ, ഷോയിങ് അപ്പ് എവറി ഡേ. ആൻഡ് സക്സസ് എന്ന് പറയുന്ന വലിയൊരു ബ്രേക്ക് ത്രൂവില് ഉണ്ടാവുന്ന ഒരു സാധനമല്ല. ആക്ച്വലി സക്സസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് നമ്മൾ ഡെയിലി ചെയ്യുന്നില്ലേ, അതിലാണ് സക്സസ് ശരിക്കും ഒളിച്ചിരിക്കുന്നത്. ഡെയിലി കുറച്ച് പേജസ് വായിക്കുക, ഡെയിലി എക്സസൈസ് ചെയ്യുക, ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വലിയ രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരും. അതേപോലെ തന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് വരും. അപ്പൊ തന്നെ നമുക്കൊരു ധൈര്യമായി. ആൻഡ് ഇങ്ങനത്തെ ചെറിയ ചെറിയ എഫേർട്സ് ഒന്നും നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷെ സമയം കഴിയുന്നോറും അതിന്റെ ഒരു ഇമ്പാക്ട് നിങ്ങൾക്ക് വളരെ വലുതായിട്ട് തോന്നും. ബിക്കോസ് ഇന്നത്തെ ഒരു ചെറിയ സ്റ്റെപ്പ് നാളെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് മാറാൻ ചാൻസ് നല്ലോണം ഉണ്ട്. ട്രേഡിംഗ് എന്ന് മാത്രമല്ല, ഏതൊരു ജേർണിയിലും ഏറ്റവും കൂടുതൽ ചാലഞ്ച് നമുക്ക് ഫേസ് ചെയ്യുന്നത് പേഷ്യൻസിലാണ്. നമ്മൾ അത്യാവശ്യം പേഷ്യൻസ് ആയിരിക്കില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ലോകം വന്നിട്ട് ക്വിക്ക് റിസൾട്ട്സിന്റെ പുറകെ സെലിബ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു ലോകമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്വിക്ക് റിസൾട്ട് ഇല്ലെങ്കിലും നമ്മൾ പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യാൻ പഠിക്കുക നമ്മുടെ റിസൾട്ട്. ബിക്കോസ് റിയൽ ഗ്രോത്ത് എന്തായാലും സമയമെടുക്കും. ചില സമയങ്ങളൊക്കെ പ്രോഗ്രസ് ഭയങ്കര സ്ലോ ആയിരിക്കും, നമ്മൾ ആരും തന്നെ നോട്ടീസ് ചെയ്യില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഞാൻ പറയാ, ഈച്ച് ഡേ നമ്മൾ ഷോപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓരോ സ്റ്റെപ്പും കൗണ്ട് ആവുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും മൊമെന്റം ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ റിസൾട്ട് പുറകെ വരും. സോ പേഷ്യന്റ് ആയിട്ട് ഇരിക്കുക, ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക, ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുക. സോ റിസൾട്ട് നിങ്ങളുടെ പുറകെ വന്നോളും. ആൻഡ് റിസൾട്ടിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ പ്രോസസ്സിനെ ഫോക്കസ് ചെയ്യുക. ഗോൾസ് അച്ചീവ് ചെയ്യുന്നവര് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ളവരോ ലക്കിയസ്റ്റ് ആയിട്ടുള്ളവരോ മാത്രം ആയിരിക്കില്ല. നമ്മളെ പോലെ എല്ലാ ദിവസവും ഷോപ്പ് ചെയ്യുന്നവരും ഉണ്ട്. ആൻഡ് അതിൽ പലരും ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോയവരാണ്. കൺസിസ്റ്റൻസി വളരെ സൈലന്റ് ആയിരിക്കും ഗൈസ്, ബട്ട് അതിന്റെ റിസൾട്ട് ഭയങ്കര ലൗഡ് ആയിരിക്കും. അതുകൊണ്ട് കീപ് ഗോയിങ്, കീപ് ഇംപ്രൂവിങ്. സ്റ്റഡി എഫേർട്ടിന്റെ ഒരു പവർ നിങ്ങൾ വിശ്വസിക്കുക. സമയമാകുമ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ എക്സ്ക്യൂസിനേക്കാൾ പെർസിസ്റ്റൻസി ആണ്, ആൻഡ് ഹെസിറ്റേഷനേക്കാൾ ആക്ഷൻ ആയിരുന്നു വലുതെന്ന് നമുക്ക് മനസ്സിലാവും. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.